ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ബസ്മതി റൈസ് ഒന്ന് കുതിർത്തി വെക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കുതിർത്തി വെച്ചിട്ടുള്ളത്. ഇത് ഒരു മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്തി വെക്കണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നമുക്ക് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വയ്ക്കാം. സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യമായ ഓയിലും ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സവാള നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സവാള നല്ല പോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിനു വേണ്ടി ഒരു വലിയ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ബിരിയാണി മസാല തയ്യാറാക്കുന്നത് പോലെയല്ല ഹൈദരാബാദി ദം ബിരിയാണിയുടെ മസാല. ഇത് ആദ്യം ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തതും ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒരു 8 പച്ചമുളകും 6 അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്നും കുറച്ച് സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചിക്കനിലൊക്കെ മസാല നല്ല പോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്.
അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മസാല നല്ലപോലെ ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം നമ്മുടെ അരി ഇവിടെ നല്ലപോലെ കുതിർന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ റൈസ് ഹാഫ് കുക്കാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആവശ്യമുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ നേരിയ ജീരകം എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മുടെ റൈസ് ഇവിടെ ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ റൈസിനെ ഒന്ന് ഒരു അരിപ്പയിലേക്കിട്ട് വെള്ളം വരാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയുടെയും മിക്സും ചേർത്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം. റൈസും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അരിഞ്ഞു വെച്ച മല്ലിയില പുതിന മിക്സും ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും ചേർത്ത് മിക്സാക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുങ്കുമപ്പൂ കയ്യിലുണ്ടെങ്കിൽ അത് പാലിൽ കലക്കി മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മഞ്ഞൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിക്ക് ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 20-25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ റൈസും ഫുൾ കുക്കായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മുടെ ചിക്കൻ ഹൈദരാബാദി ദം ബിരിയാണി ഇവിടെ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹൈദരാബാദി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.